ഹരി ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ ശരണം. എല്ലാവരും ഗുരുവായൂരപ്പനെ സ്മരിച്ച് ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക. ഗുരുവായൂരപ്പന്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിർമ്മാല്യ ദർശനത്തിനാണ്. തലേ ദിവസത്തെ എല്ലാ അലങ്കാരങ്ങളോടും കൂടി അതേ രൂപത്തിൽ തന്നെ ഭഗവാനെ ദർശിക്കുന്നതിനെയാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. വെളുപ്പിന് 3 മണി മുതൽ 3:10 വരെയാണ് ഗുരുവായൂരിലെ നിർമ്മാല്യ ദർശന സമയം. അതായത് 10 മിനിറ്റ് മാത്രമാണ് ഗുരുവായൂരപ്പന്റെ നിർമ്മാല്യ ദർശനം. ഈ ദർശനം ഭക്തജനങ്ങൾ കാണുന്നത് വളരെ ശ്രേയസ്കരമാണ്. നിർമ്മാല്യ ദർശനത്തിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് സർവ്വ പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള മോചനവും വിവാഹപ്രാപ്തിയുമാണ്. നിർമ്മാല്യ ദർശനത്തിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, തലേ ദിവസത്തെ പൂജകളും കർമ്മങ്ങളും കഴിഞ്ഞ് നട അടച്ചതിനു ശേഷം ദേവന്മാരും ദേവതകളും വന്ന് ഒന്നുകൂടി ഗുരുവായൂരപ്പന് പൂജകൾ അർപ്പിക്കുന്നു. തലേ ദിവസം ദേവന്മാരും ദേവതകളും നടത്തിയ പൂജകളോട് കൂടിയാണ് ഗുരുവായൂരപ്പനെ വെളുപ്പിന് നിർമ്മാല്യത്തിൽ ദർശിക്കുന്നത് എന്നൊരു ഐതിഹ്യം കൂടി നിർമ്മാല്യ ദർശനത്തിനുണ്ട്. വെളുപ്പിന് കൃത്യം 2:30 പി ലീലയുടെ മാന്ത്രിക നാദത്തിൽ നാരായണീയ സ്തോത്രങ്ങൾ ഉയരുകയായി. എല്ലാ ഭക്തരും മനസ്സ് കുളിർന്ന ഒരു ദർശനത്തിനായി തയ്യാറെടുക്കുകയായി. തുടർന്ന് എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും പൂന്താന നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാനയും പി ലീലയുടെ തന്നെ സ്വരത്തിൽ ഉയർന്നു കേൾക്കാം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ 3 മണിക്കാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശംഖനാദവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളിയുണർത്തപ്പെടുന്നു. 3 മണി എന്ന സമയം വിട്ട് 2:59 3:01 ആവരുത് നിർമ്മാല്യം എന്ന നിഷ്കർഷയുണ്ട്. കഴിഞ്ഞ 100 വർഷത്തിനിടെ ഒരു ദിവസം മാത്രമാണ് 1 മിനിറ്റ് വൈകി നട തുറന്നത്. അതിന് പിഴയും ഈടാക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നിർമ്മാല്യം ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഹരി ഗുരുവായൂരപ്പ.